പൊളിറ്റിക്സിലേക്ക് എത്തിയല്ല. മന്ത്രിസഭാ രൂപീകരണത്തിനായി സഖ്യകക്ഷികളുമായി ചർച്ച നടത്താൻ ബി.ജെ.പി. വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് നരേന്ദ്രമോദി നാളെ രാഷ്ട്രപതിയെ കാണും. ബി.ജെ.പി. എംപിമാരുടെ യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവാകാൻ രാഹുലിന് മേൽ പാർട്ടിയിൽ നിന്നും സമ്മർദ്ദവുമുണ്ട്. ഇ.ആർ. രാഗേഷ് ചേരുന്നു. ഇ.ആർ., ആദ്യം നമുക്ക് ഈ മന്ത്രിസഭാ രൂപീകരണത്തെ പറ്റി, ഈ JDU ഒപ്പം TDP, ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാറും രണ്ടുപേരും കൃത്യമായിട്ടുള്ള അവസരം കണക്കാക്കി തന്നെ വകുപ്പുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ അത്ര ഈസി ആയിരിക്കില്ലല്ലോ BJPക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതെ എൽദോ, സർക്കാർ രൂപീകരണ ചർച്ചകളുമായി ഏതായാലും BJP മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായും 3 നേതാക്കളെ സഖ്യകക്ഷികളുമായുള്ള ചർച്ചയ്ക്കായി ഇപ്പോൾ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് രാജ്നാഥ് സിംഗ്, അമിത്ഷാ, JP നഡ്ഡ, ഈ 3 നേതാക്കളായിരിക്കും സഖ്യകക്ഷികളുമായി ചർച്ച നടത്തുക. പ്രധാനമായും മന്ത്രിസഭ അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ എന്ന കാര്യത്തിലായിരിക്കും ഒരു ചർച്ച ഈ കക്ഷികളുമായി ഈ നേതാക്കൾ നടത്തുക. പ്രധാനമായും TDPയും JDUവും ഒക്കെ കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. JDU വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ജലശക്തി മന്ത്രാലയം പോലുള്ള വകുപ്പുകൾ JDU ആവശ്യപ്പെട്ടേക്കും. പ്രത്യേകിച്ച് വലിയ ജലക്ഷാമമൊക്കെ ബീഹാർ നേരിടുന്നുണ്ട്. മാത്രവുമല്ല അടുത്ത വർഷം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ജലശക്തി വകുപ്പ് ഒപ്പം തന്നെ കൃഷി അടക്കമുള്ള വകുപ്പുകളും JDU ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. TDPയും ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിച്ചേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതേസമയം തന്നെ സ്പീക്കർ പദവി അടക്കം ചില നിർണായകമായ പോസ്റ്റുകൾ തന്നില്ലെങ്കിൽ പുറത്തു നിന്നുള്ള പിന്തുണ നൽകുന്ന കാര്യവും TDP ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഏറെ നിർണായകമാണ്. ഇന്ന് ഏതായാലും BJP എംപിമാരുടെ യോഗം ചേരുന്നുണ്ട്. നാളെ NDA യോഗവും ചേരും. ഒപ്പം ഈ NDA യോഗം ചേർന്നുകൊണ്ട് മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും. നാളെ പാർലമെന്റിൽ വെച്ചാണ് ഈ യോഗം ചേരുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് സർക്കാർ രൂപീകരണത്തിന് പ്രതിസന്ധിയില്ല. അപ്പോൾ പോലും ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ 2 കക്ഷികളും നിലവിലെ സാഹചര്യത്തിൽ കിങ് മേക്കറായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകേണ്ടി വരും. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഒരു പരിധിവരെ അംഗീകരിക്കാൻ BJP നേതൃത്വം തയ്യാറാകേണ്ടി വരും. അതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ചർച്ചകൾ നടക്കും. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർ ചോദിക്കാനും സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 2 സർക്കാരുകൾ എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ ഈ BJP തന്നെ പങ്കിടുന്ന രീതിയാണ് കണ്ടുപോകുന്നത്. അതായത് അതുമാത്രവുമല്ല, നിതീഷ് കുമാറിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് സീറ്റാണ് ഇത്തവണ നിതീഷ് കുമാറിനുള്ളത്. അതായത് നിതീഷ് കുമാറിന് കഴിഞ്ഞ തവണ 16 സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 12 സീറ്റുകൾ മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ നിതീഷിന് BJP വാഗ്ദാനം ചെയ്ത ഒറ്റ ക്യാബിനറ്റ് പദവി മാത്രമായിരുന്നു. പക്ഷേ ആ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ നിതീഷ് കുമാർ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. പക്ഷേ ഇത്തവണ 12 എന്നുള്ളത് നിർണായകമായ ഒരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ചില വകുപ്പുകളെങ്കിലും നൽകാൻ BJP തയ്യാറാകേണ്ടി വരും. സമാനമായ സാഹചര്യം TDPയുടെ കാര്യത്തിലുമുണ്ട്. BJP കഴിഞ്ഞാൽ നിലവിൽ NDAയിലെ ഏറ്റവും വലിയ കക്ഷി TDPയാണ്. TDPക്കും അപ്പോൾ സ്വാഭാവികമായും അവർ ആവശ്യപ്പെടുന്ന സ്പീക്കർ പദവി പോലുള്ള കാര്യങ്ങൾ നൽകേണ്ടി വരും. അല്ലെങ്കിൽ സ്പീക്കർ പദവി നൽകിയില്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ക്യാബിനറ്റ് വകുപ്പുകൾ നൽകേണ്ടി വരും BJPക്ക്. രാകേഷ്, ക്ഷമിക്കണം രാകേഷ്, ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയിൽ, പിന്നെ ചിരാഗ് പസ്വാൻ ഉണ്ട് 6 സീറ്റുകൾ. അപ്പോൾ ഇവർക്കും നിർണായകമായുള്ള സ്വാധീനം ചെലുത്താൻ കഴിയും, സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ രാകേഷ് സൂചിപ്പിച്ചതുപോലെ നിതീഷ് കുമാർ NDA കൺവീനർ സ്ഥാനം ഉൾപ്പെടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. ഇതുവരെയും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് സഖ്യകക്ഷികളെ ഇത്രമാത്രം കരുതേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ടല്ലോ, ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് BJP തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ള കടുകട്ടി തീരുമാനത്തിലേക്കൊക്കെ പോവുകയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും പോകുമ്പോൾ ഈ എല്ലാ സഖ്യകക്ഷികൾക്കും നിർണായകമായിട്ടുള്ള സ്ഥാനം അർഹിക്കുന്ന ഒരു പ്രാധാന്യത്തോടുകൂടി നൽകാനുള്ള ശ്രമമാണോ NDAയുടേത്? തീർച്ചയായും എല്ലാ കക്ഷികളെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ ഒരുപോലെ പരിഗണിക്കേണ്ട സാഹചര്യം ഇപ്പോൾ BJPക്ക് വന്നു ചേർന്നിരിക്കുന്നു. അതായത് നിതീഷ് കുമാറിന്റെയും TDPയുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന LJPയുടെ കാര്യവും. അതായത് LJPക്ക് 5 മന്ത്രിമാരുണ്ട്. നിലവിലെ അംഗബലം അനുസരിച്ച് 5 എന്നുള്ളത് ഒരു നിർണായകമായ സംഖ്യയാണ്. സ്വാഭാവികമായും
അവരെയും കാര്യമായി പരിഗണിക്കേണ്ടി വരും. കഴിഞ്ഞ 2 സർക്കാരുകളിലും നിർണായക പദവി ആ വകുപ്പിനുണ്ടായിരുന്നു. വകുപ്പ് LJPക്കായിരുന്നു നൽകിയിരുന്നത്. രാംവിലാസ് പാസ്വാൻ ഭക്ഷ്യമന്ത്രിയായിരുന്നു 1ാം മന്ത്രിസഭയിൽ. 2ാം മന്ത്രിസഭയിലും പശുപതി പരസനും സമാനമായ പദവി BJP നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരം പ്രധാനപ്പെട്ട വകുപ്പുകൾ LJPക്ക് ഏതായാലും നൽകേണ്ടി വരും ഇത്തവണയും. ഒപ്പം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഏക്നാഥ് ഷിൻഡെ കൂടുതൽ കരുത്തനാകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ശിവസേന തമ്മിലുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് കൂടുതൽ സീറ്റ് കിട്ടിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പോലും 8 സീറ്റുകളുമായി ഷിൻഡെ വിഭാഗത്തിന് അവിടെ കരുത്ത് കാട്ടാൻ സാധിച്ചു, വിജയിക്കാൻ സാധിച്ചു. അത് ഈ നിലവിലെ സാഹചര്യത്തിൽ 8ഉം നിർണായകമായ സംഖ്യയാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ BJP പ്രതിരോധത്തിലാണ്. കാരണം അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. ആ ഒരു ഘട്ടത്തിൽ ഷിൻഡെ വിഭാഗത്തിനും കാര്യമായ പരിഗണന ഏതായാലും മന്ത്രിസഭയിൽ നൽകേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാകേഷ്, ഇന്ത്യ സഖ്യത്തിൽ അവിടെ ആദ്യം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ള കാര്യം അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദമുണ്ടാകുന്നു. പക്ഷെ അതിനിടയിൽ മറ്റ് പല നേതാക്കൾ KC വേണുഗോപാലിന്റെ പേരുൾപ്പെടെ അതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതിലൊരു തീരുമാനം കോൺഗ്രസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ? ഏതായാലും അത്തരമൊരു സമ്മർദ്ദം രാഹുൽ ഗാന്ധിക്ക് മേൽ ശക്തമാകുന്നുണ്ട്. കാരണം 1ാം മോദി സർക്കാരിന്റെ കാലത്തും 2ാം മോദി സർക്കാരിന്റെ കാലത്തും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല. കാരണം അതിനുള്ള അംഗബലം ഒരു പാർട്ടിക്കും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടിയായ കോൺഗ്രസിനുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതല്ല സാഹചര്യം. 99 സീറ്റ് കോൺഗ്രസിനുണ്ട്. ഔദ്യോഗികമായ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം പാർട്ടിക്കകത്ത് ശക്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രവർത്തക സമിതി യോഗം ഉടൻ ചേരാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും പ്രവർത്തക സമിതിയും രാഹുലിന്റെ പേര് നിർദ്ദേശിക്കുക തന്നെ ചെയ്യും. പക്ഷേ രാഹുൽ ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ മറ്റു പേരുകളിലേക്ക് കൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ KC വേണുഗോപാലിന് അങ്ങനെ പ്രതിപക്ഷ നേതാവാനുള്ള സാധ്യത നിലവിലുണ്ട്. കഴിഞ്ഞ തവണ 2019 മുതൽ 2024 വരെ സഭാകക്ഷി നേതാവായിരുന്നത്, കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവായിരുന്നത് ബംഗാളിൽ നിന്നുള്ള അധീർ രഞ്ജൻ ചൗധരിയാണ്. പക്ഷേ അധീർ രഞ്ജൻ ഇത്തവണ പരാജയപ്പെട്ടു. വലിയ പാരമ്പര്യം അല്ലെങ്കിൽ ദീർഘനാൾ അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള പേരുകൾ പരിഗണനയ്ക്ക് വരാം. ഒപ്പം ചണ്ഡീഗഡിൽ നിന്ന് മനീഷ് തിവാരി വിജയിച്ചിട്ടുണ്ട്. നേരത്തെ ഉപനേതാവാക്കിയായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മനീഷ് തിവാരിയും അങ്ങനെയെങ്കിൽ പരിഗണിക്കപ്പെട്ടേക്കാം. ഏതായാലും പ്രവർത്തക സമിതി ചേർന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുക. ശരി, എന്താണെങ്കിലും കൃത്യമായിട്ടുള്ള ചർച്ചകൾ, വലിയ ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. അത് 2 പക്ഷത്തും NDAയിൽ തലവേദനയായി അത് വകുപ്പുകളുടെ വിഭജനമാണ് എന്നുള്ളതാണ് പ്രധാനം. പ്രതിപക്ഷത്തിരിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ തീരുമാനം, ആ സഖ്യത്തിന്റെ തീരുമാനത്തിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് ER രാഗേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.